പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വലതുകരം നിങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവം, നിങ്ങളുടെ സങ്കടങ്ങളെ ഒപ്പിയെടുക്കുന്ന ദൈവം, നിങ്ങളെ അനുഗ്രഹിക്കാനായി നിങ്ങളുടെ മുകളിലുള്ള ദൈവം ഇന്ന് നിങ്ങളുടെ കണ്ണുനീരൊപ്പിയെടുക്കുക, നിങ്ങളുടെ നെഞ്ചിൻ്റെ ഇടിപ്പുകളെ ഒപ്പിയെടുക്കുക, നിങ്ങളുടെ ആകുലതകളെ ഒപ്പിയെടുക്കുക. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നമ്മുടെ ദൈവം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുക, നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ഉത്തരം നൽകാനും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും, നിങ്ങളുടെ കണ്ണുനീര് തുടച്ചെടുക്കാനും നമ്മുടെ ദൈവം ഇതാ ഈ അൽത്താരയിൽ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ, ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവ് സന്നിഹിതനാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ വചനം കേൾക്കുന്ന മക്കളുടെ പ്രശ്നങ്ങൾക്ക്, ഊരാക്കൊടുക്കുകൾക്ക്, മാറാത്ത രോഗങ്ങൾക്ക്, നിരന്തരമായ ബന്ധനങ്ങൾക്ക്, നിരന്തരമായ തടസ്സങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ഈശോ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങളെ ദ്രോഹിക്കുന്ന പൈശാചിക പീഡകളിൽ നിന്നും, നിരന്തരമുള്ള കേസുകളിൽ നിന്ന്, ഇങ്ങനെ പറമ്പ് കേസുമായി കുരുങ്ങിക്കിടക്കുന്ന മക്കള്, അവരുടേതല്ലാതെ കാരണത്താൽ കുരുങ്ങപ്പെട്ട് കിടക്കുന്ന എത്രയോ മക്കളുണ്ട്. അവർക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ മേലുള്ള കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ മേലുള്ള വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ വഴികൾ അടച്ച് കളഞ്ഞിരിക്കുന്ന അവസ്ഥ, അവരുടെ വീട് സ്ഥലവും വിൽക്കാൻ പറ്റാത്ത അവസ്ഥ, വീട് സ്ഥലമൊന്നും നല്ല വില കിട്ടാത്ത അവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, അതെല്ലാം കർത്താവിന് സമർപ്പിക്കുക. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ശക്തി ഇന്ന് ഒരിക്കൽ കൂടി ഇറങ്ങി വരിക. ഉണങ്ങാത്ത മുറിവുകൾ, നിഗൂഢമായ രോഗങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികൾ, എല്ലാവിധ ആദിവ്യാധികൾ, തിന്മയുടെ അരൂപികൾ, പൈശാചികമായ പീഡകൾ, ശാപങ്ങൾ, കണ്ണുവെക്കലുകൾ, അസൂയകൾ, ശത്രുക്കൾ, ശത്രുദോഷങ്ങൾ, ദുഷ്ടാരൂപികൾ, ക്ഷുദ്രജീവികൾ, വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ, കൃഷിയുടെ മേലുള്ള ബന്ധനങ്ങൾ, കാർഷിക മേഖലയിലെ തടസ്സങ്ങൾ, ബിസിനസ് മേഖലയിലെ തടസ്സങ്ങൾ, മറ്റെല്ലാ വിധത്തിലുള്ള തടസ്സങ്ങൾ, ജോലിയുടെ മേലുള്ള തടസ്സങ്ങൾ, പഠനങ്ങളുടെ മേലുള്ള തടസ്സങ്ങൾ, വിസയുടെ മേലുള്ള തടസ്സങ്ങൾ, കല്യാണങ്ങൾ നടക്കാത്ത അവസ്ഥകൾ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ, അത്ഭുതപരമായ വിടുതൽ ലഭിക്കട്ടെ. എല്ലാ അന്ധകാര ശക്തികളെയും, സാത്താൻ ശക്തികളെയും, തിന്മയുടെ അരൂപികളെയും ഈ പ്രാർത്ഥനയിലൂടെ ബന്ധിക്കുക. പ്രിയപ്പെട്ട മക്കളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, കൃപയുടെ, വരദാനങ്ങളുടെ, അഭിഷേകത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ ദൈവം ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്നവരുടെ മേൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ്റെ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുക്കാൻ ഇവിടെ വരുന്ന എല്ലാ മക്കളുടെ മേൽ, ഇത്രയും നാൾ ഇവിടെ വന്ന മക്കളുടെ മേൽ, അച്ഛൻ്റെ ധ്യാനങ്ങളിൽ, കൺവെൻഷനുകളിലും പങ്കെടുത്ത നൂറുകണക്കിന് ആൾക്കാർ, അവർ സമർപ്പിച്ച പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് പെരുമ്പാവൂർ കൺവെൻഷനിൽ അവിടുത്തെ ദൈവജനം എഴുതി അയച്ചു തന്ന നിയോഗങ്ങൾ, പ്രിയപ്പെട്ട മക്കളെ, അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കത്തുകളിലൂടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേട്ട് കത്തുകളിലൂടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളുടെ എല്ലാ നിയോഗങ്ങൾ യേശുവേ അവിടുന്ന് അത് കാണണം, കേൾക്കണം. അവിടുന്ന് ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശിന്റെ നിഗൂഢ ശക്തിയും ക്രിസ്ത്യ വിശ്വാസത്തിന്റെ പ്രാബല്യവും നിന്നോട് ആജ്ഞാപിക്കുന്നു. സാത്താനെ, തിന്മകളെ, കുരുക്കുകളെ, രോഗാണുക്കളെ, ദുഷ്ടാരൂപികളെ,
നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, ആഭിചാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ഭാരങ്ങൾ അഴിയട്ടെ. മഹത്വപൂർണ്ണയും അമലോത്ഭകന്യകയും തൻ്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരികളായ സാത്താന്റെ തല തകർക്കുകയും ചെയ്ത ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് സ്ലീഹന്മാരായ പത്രോസിനോട്, പൗലോസിനോട്, മറ്റെല്ലാ സ്ലീഹന്മാരോട്, യൂദാത്ത ദിവസിനോട്, സകല വിശുദ്ധരോട്, വിശുദ്ധ അന്തോനീസിനോട് ചേർന്ന് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന സകല കെട്ടുകളും രോഗങ്ങളും വിട്ടുമാറട്ടെ. ശപിക്കപ്പെട്ട സർപ്പമേ, ദുഷ്ടസേനകളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നെ ബന്ധിക്കുന്നു. ഈ മക്കളുടെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിച്ച്, എല്ലാ കുരുക്കുകളും അഴിച്ച് ഈ മക്കൾക്ക് വിമോചനം കൊടുക്കാൻ ദിവ്യകാരുണ്യ യേശുവിൻ്റെ ശക്തിയാ നിന്നോട് കൽപ്പിക്കുന്നു. എല്ലാ വഞ്ചനകളുടെ ജനയിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായ സാത്താനെ, ഈ മക്കളിൽ നിന്ന് പുറത്തു പോകും, ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും പുറത്തു പോകും. ഈ മക്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ. എന്തെന്നാൽ നിന്റെ ചതിപ്രവൃത്തികളൊന്നും ഈ വചനം കേൾക്കുന്ന മക്കളിലോ അവരുടെ പറമ്പിലോ അവരുടെ ജീവിത സാഹചര്യങ്ങളിലോ ഇനി പ്രബലപ്പെടുകയില്ല. കാരണം തൻ്റെ രക്തത്താൽ ഈശോ നേടിയെടുത്ത ആ അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപ ഈ മക്കളിൽ വന്ന് നിറയട്ടെ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. സ്തുതിച്ച് 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആമേൻ.